ഹായ് ഗൈസ്, ഇന്ന് നമുക്ക് വെറും 2 മിനിറ്റിൽ സിമ്പിളായിട്ടും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡെയ്സി ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുത്താലോ. അതിനായിട്ടൊരു സർക്കിൾ ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ പെറ്റൽസിന് വേണ്ടിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ കട്ട് ചെയ്താലും പെറ്റൽസ് ആവും, എങ്കിലും അതിനറ്റത്ത് വി പോലെ കട്ട് ചെയ്താലേ ഡെയ്സിയുടെ ഒരു ലുക്ക് വരത്തുള്ളൂ. അങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഓപ്പൺ ആക്കുമ്പോൾ ഈ ഒരു ലുക്കായിരിക്കും ഉണ്ടാവുക. എന്നിട്ട് നമ്മളിതിനെ സിസർ വെച്ചിട്ട് സെൻറ്റർ വരെ ഒന്ന് കട്ട് ചെയ്യുക. അതെന്തിനാണെന്ന് അടുത്ത സ്റ്റെപ്പിൽ മനസ്സിലാവും കേട്ടോ. അതിനുശേഷം ഡെയ്സിയുടെ ലുക്ക് കിട്ടാനായിട്ട് നമ്മളിതിനെ ഒന്ന് ചുരുട്ടിയെടുക്കണം. പെൻസിലോ സിസറോ എന്തെങ്കിലുമൊക്കെ വെച്ച് ചുരുട്ടാം. എൻ്റെ കയ്യിലിപ്പോൾ പെൻസിലായിരുന്നു. മേലെയും താഴേക്ക് ചുരുട്ടിയാലേ നമ്മൾ റോൾ ചെയ്തെടുക്കുമ്പോഴത്തേക്ക് ആ ഒരു ലുക്ക് വരത്തുള്ളൂ. ഇതിനുശേഷം നമ്മൾ ആ കട്ട് ചെയ്ത ഭാഗം ഉണ്ടല്ലോ, അതെടുത്തിട്ട് ഓപ്പോസിറ്റ് സൈഡിലേക്ക് റോൾ ചെയ്യുക. ഒത്തിരി ലൂസായിട്ട് റോൾ ചെയ്താൽ അതിന് കൊള്ളത്തില്ലായിരിക്കും. കുറച്ച് ടൈറ്റാക്കി തന്നെ റോൾ ചെയ്തെടുക്കുക. എന്നിട്ട് അതിനെ ഗ്ലൂ ചെയ്യുക. ഇതിനേക്കാൾ സിമ്പിളായിട്ട് ഡെയ്സി ഇനി ഉണ്ടാക്കാൻ പറ്റത്തില്ല. അത്ര അടിപൊളിയാണ്. വേറെ 2 മിനിറ്റിൽ സംഭവം റെഡിയാവും കേട്ടോ. ഇങ്ങനെ ചുരുട്ടി കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു ലുക്കായിരിക്കും കിട്ടുന്നത്. എന്നിട്ട് നമുക്കിതിനായിട്ട് സ്റ്റിക്ക് ഒട്ടിക്കണം. സ്റ്റിക്ക് ഉണ്ടാക്കാനായിട്ട് ഒന്നെങ്കിൽ കളർ പേപ്പർ ഒട്ടിക്കുകയോ അല്ലെങ്കിൽ പെയിൻ്റ് അടിച്ചെടുത്താലോ മതി. ഞാൻ ഇവിടെ പെയിൻ്റ് അടിക്കുകയോ ചെയ്തത്. അതിനുശേഷം സ്റ്റിക്ക് ഒട്ടിച്ചതിന് ശേഷം ഇതിൻ്റെ നടുക്കോട്ട് വെക്കാനായിട്ട് ഒരു ബ്രൗൺ പേപ്പറിൽ ഇതുപോലെ ചുരുട്ടിയതിന് ശേഷം കട്ട് ചെയ്യുന്ന ക്ലിപ്പ് എൻ്റെ നിന്ന് പോയി കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ എടുക്കാത്തത്. ഇതുപോലെ കട്ട് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം. ബ്രൗൺ വേണ്ടെങ്കിൽ ബ്രൗണിന് പകരം യെല്ലോയും ഒട്ടിച്ചു കൊടുക്കാം. എനിക്ക് ബ്രൗണാണ് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത്, അതുകൊണ്ടാണ് ഞാൻ ബ്രൗൺ ഒട്ടിച്ചത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റി. ഇതിന് ഒരുപാട് പൂക്കളുണ്ടെങ്കിൽ നമുക്കൊരു ബൊക്കറ്റൊക്കെ ഉണ്ടാക്കാം കേട്ടോ. ഭയങ്കര സിമ്പിളാണ്. ഇതിനേക്കാളും എളുപ്പത്തിൽ ഇനി ഉണ്ടാക്കാൻ പറ്റത്തില്ല. അത്ര അടിപൊളിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും മറക്കണ്ട കേട്ടോ.